ജബൽപൂരിൽ വൈദികർക്ക് നേരെയുണ്ടായ സംഘപരിവാർ ആക്രമണത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്താതെ മധ്യപ്രദേശ് പോലീസ്. സംഭവത്തിൽ നടപടി വൈകുന്നതിൽ അതിരൂപത സുപ്രീം കോടതിയെ സമീപിക്കും. അതേസമയം ഒഡീഷയിലും മതപരിവർത്തനം ആരോപിച്ച് വൈദികനെ പോലീസ് മർദ്ദിച്ചതായി റിപ്പോർട്ട്. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ക്രൈസ്തവ പുരോഹിതന്മാർക്കു നേരെയുണ്ടായ സംഘപരിവാർ ആക്രമണത്തിൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോലീസ് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. 4 ദിവസത്തിനു ശേഷം എഫ്ഐആർ ഇട്ടത് കണ്ണിൽ പൊടിയിടാനാണെന്ന വിമർശനം ഉയരുന്നുണ്ട്. അതേസമയം പോലീസിന്റെ കൺമുന്നിൽ നടന്ന മർദ്ദനത്തിന് പിന്നാലെയും നടപടി വൈകുന്നതിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ജബൽപൂർ അതിരൂപത. എഫ്ഐആറിലെ വകുപ്പുകളിൽ വ്യക്തതയില്ലെന്നും വൈദികർ ചൂണ്ടിക്കാണിക്കുന്നു. RSSന്റെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണത്തിന് തെളിവാണ് ജബൽപൂരിലെ സംഭവമെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. RSSന് ക്രിസ്ത്യാനികൾക്കെതിരെ തിരിയാൻ അധികം സമയം വേണ്ടി വന്നില്ലെന്നും ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഭരണഘടനയ്ക്ക് മാത്രമേ കഴിയൂ എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. അതേസമയം ജബൽപൂരിന് സമാനമായി ഒഡീഷയിൽ ക്രൈസ്തവ പുരോഹിതർ മർദ്ദിക്കപ്പെട്ടതും ഇതിനോടകം ചർച്ചയാകുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നെത്തി മതപരിവർത്തനം നടത്തുന്നെന്നാരോപിച്ച് പോലീസ് പള്ളിയിൽ കയറി മലയാളി വൈദികനെ ഉൾപ്പെടെ ക്രൂരമായി മർദ്ദിച്ചു. ബർഹാംപൂർ രൂപതയിലെ ജൂബ ഇടവക പള്ളിയിലാണ് പോലീസിന്റെ അക്രമമുണ്ടായത്. BJPയും സംഘപരിവാറും ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നതിന്റെ മറ്റൊരുദാഹരണം കൂടിയാണ് ഒഡീഷയിലെ സംഭവം. കൈരളി ന്യൂസ്, ദില്ലി.